ഞാൻ നാസർ പൊന്നാട്, ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഷൗക്കത്തിനെ വിജയിപ്പിച്ചത് PV അൻവറോ എന്നാണ്. ഇത് കേട്ടുമ്പോൾ പലർക്കും നല്ല ചിരി വരുന്നുണ്ടാകും, ചിലർക്കൊന്നും ചിരി അടക്കാൻ കഴിയില്ല. ഇവൻ എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത് എന്ന്. നമുക്കറിയാം, ഈ ജൂൺ 19 തെരഞ്ഞെടുപ്പ് നടന്ന് 21 തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ ആ ഫലം സൂചിപ്പിക്കുന്നത് കടുത്ത ഭരണവിരുദ്ധ, പിണറായി വിരുദ്ധ തരംഗം നിലമ്പൂരിൽ ആഞ്ഞടിച്ചു എന്ന് തന്നെയാണ്. ഇതിലൊരു സംശയമില്ല. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ നിലമ്പൂരിലത്തേത്. അവസാനം തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം വന്നപ്പോൾ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി പ്രചരണ രംഗം. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂണ്ടുപലകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ UDFും LDFിനും അതൊരു അഭിമാന പോരാട്ടമായിരുന്നു. ഈ രണ്ട് കൂട്ടർക്കും, ഒന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ 3ാം ഭരണം ഉറപ്പിക്കണമെങ്കിൽ അങ്ങനെ ഒരു ധാരണ, ഭരണത്തിന് അനുകൂലമായിട്ട് ഇപ്പോഴും ഈ പിണറായിയുടെ ഇത്രയും കെടുകാര്യസ്ഥതയുള്ള, ഇത്രയും അഴിമതി നിറഞ്ഞ ഈ ഭരണം നടത്തിയിട്ടും, തൻപോരിമയും മക്കളെ മരുമക്കളെ ഒക്കെ സഹായിക്കുന്ന ഈ ഭരണം നടത്തിയിട്ടും വീണ്ടും ജനങ്ങൾ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പിണറായിസത്തിനുള്ള അംഗീകാരമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലും ഏകദേശം പിണറായി വിജയൻ ജയിക്കുമെന്നൊരു ധാരണ ഉണ്ടാകുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2026 വരുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ UDFിന്റെ പ്രതീക്ഷ വാങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികൾക്കും ഇത് ഒരു അഭിമാന പോരാട്ടം തന്നെയായിരുന്നു. പിണറായി വിജയനോട് പിണങ്ങി പിണറായിയുടെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടിലും അതുപോലെ തന്നെ ADGPയുടെ BJP ബന്ധവും ഒക്കെ പരസ്യമായി വിളിച്ചു പറഞ്ഞ് MLA സ്ഥാനം രാജിവെച്ച് പുറത്തു വന്ന PV അൻവറിനെ മുന്നണിയിലെടുത്താൽ കൂടുതൽ ഗുണം ചെയ്യുമെന്ന അഭിപ്രായക്കാരായിരുന്നു UDFിലെ വലിയൊരു വിഭാഗം നേതാക്കൾ. അൻവറിനെ മുന്നണിയിലെടുക്കാമെന്ന് ഏകദേശം ഒരു ധാരണ ആയതുമായിരുന്നു. അപ്പോഴാണ് അൻവറിന്റെ പ്രസ്താവന വരുന്നത്, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ എന്തായാലും മത്സരിക്കുന്നില്ല, UDFോടെ മത്സരിക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ ഒരു കാരണവശാലും മത്സരിപ്പിക്കാൻ പാടില്ല. ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിച്ചാൽ ജയസാധ്യത വളരെ കുറവാണ്. അതിന് പകരം ക്രിസ്തുമത വിശ്വാസി കൂടിയായ DCC പ്രസിഡന്റ് VS ജോയിയെ മത്സരിപ്പിക്കണമെന്ന ഒരു പ്രസ്താവന വന്നു. ഈ പ്രസ്താവന ആരും കാര്യമായതൊന്നും അതിൽ മുഖവിലക്കെടുത്തില്ല. കാരണം അന്ന് അൻവറിന്റെ മുന്നണി പ്രവേശത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച നടന്നില്ല. അതിനുശേഷം അൻവറിനെ ഏകദേശം മുന്നണിയിൽ എടുക്കാമെന്ന് ഏകദേശം ഒരു തീരുമാനമായി നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ UDFിന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അൻവറിന്റെ 2ാമത്തെ പ്രസ്താവന വന്നു, ആര്യാടൻ ഷൗക്കത്ത് ഒരിക്കലും മത്സരിക്കാൻ പാടില്ല, ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുകയില്ല. ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് പ്രതിപക്ഷക്കാർ, പാർട്ടിക്കാർ പോലും LDF പോലും പറയാൻ മടിക്കുന്ന രീതിയിലുള്ള മോശമായ പരാമർശങ്ങൾ ആണ് അൻവർ നടത്തിയത്. ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് മാത്രമല്ല, കോൺഗ്രസിലെ VD സതീശനെയൊക്കെ തെരഞ്ഞു പിടിച്ചാക്രമിച്ചു. സത്യത്തിൽ അപ്പം നമുക്ക് തോന്നി അൻവറിന്റെ മുഖ്യ ശത്രു പിണറായിയാണോ ആര്യാടൻ ഷൗക്കത്താണോ എന്ന് വരെ നമുക്കെല്ലാവർക്കും തോന്നുന്ന രീതിയിലായിരുന്നു പുള്ളിയുടെ പിന്നെയുള്ള പ്രസ്താവനകളൊക്കെ. അത് കഴിഞ്ഞിട്ട് അൻവറിന്റെ അടുത്ത പ്രസ്താവന വന്നു, വലിയ പിണറായി ജയിച്ചിട്ടില്ലെങ്കിലും ചെറിയ പിണറായി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഷൗക്കത്ത് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇലക്ഷനോടടുത്ത് അൻവറിന്റെ പ്രസ്താവന വന്നു. ഇതൊക്കെ കഴിഞ്ഞ് വോട്ടൊക്കെ കഴിഞ്ഞാലാണ് അൻവറിന്റെ മറ്റൊരു പ്രസ്താവന വരുന്നത്, തനിക്ക് ലഭിക്കേണ്ട UDFിലെ ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകളും ആര്യാടൻ ഷൗക്കത്ത് തോൽപ്പിക്കാൻ വേണ്ടി അത് CPMന് ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 1ാം സ്ഥാനത്ത് സ്വരാജ് ജയിക്കുമെന്നും 2ാം സ്ഥാനത്ത് അൻവർ വരുമെന്നും 3ാം സ്ഥാനത്ത് ആര്യാടൻ ഷൗക്കത്ത് വരുമെന്ന് പ്രസ്താവന ഇറക്കി. അതിൻ്റെ ഇടയ്ക്കൊരു പ്രസ്താവന ഉണ്ടായിരുന്നിട്ട്, അൻവർ ജയിക്കും, എനിക്ക് 75,000 വോട്ട് കിട്ടും, അത് 1,00,000 വോട്ട് വരെ ആവാം, നിയമസഭയിലേക്ക് ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ട് നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഞാനും എൻ്റെ അനുയായികളും കാൽനടയായിട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിലമ്പൂരിലെ ചില PV അൻവറിന്റെ അനുയായികളൊക്കെ ഇത്രയും ദൂരമൊക്കെ നടക്കാനും ചെരുപ്പൊക്കെ ഇട്ട് നടന്ന കാലൊക്കെ പൊട്ടുന്നു കരുതിയിട്ട് എല്ലാവരും ക്യാൻവാസിന്റെ ഷൂ ഒക്കെ വാങ്ങി വെച്ചു എന്ന് അറിയുന്നത്. ഏകദേശം നിലമ്പൂർ പട്ടണ അങ്ങാടിയിലെയും തൊട്ടടുത്ത
പ്രദേശങ്ങളിലൊക്കെ മുഴുവൻ ചെരുപ്പ് കടയിലും ചിലവാകാതെ പോയ കേരവാസിൻ്റെ ഷൂ ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി എല്ലാം ചിലവായി പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഈ അൻവറിൻ്റെ മുന്നണിയിൽ എടുക്കാമെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ അൻവർ നടത്തിയ കടുത്ത ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ പ്രസ്താവനയോടുകൂടി അൻവറിന് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്കുള്ള വാതിൽ അൻവറിന്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടു. എന്നിട്ടും UDF ചില നേതാക്കൾ രഹസ്യമായി അൻവറിനെ UDF അടുക്കള വാതിൽ കൂടെ കയറ്റാൻ ശ്രമം നടത്തി. പക്ഷെ അവിടെ കേരളത്തിലെ തൻ്റേടിയായ തറവാടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കടുത്ത നിലപാടെടുത്തു. ഒരു കാരണവശാലും അൻവറിനെ മുന്നണിയിലെടുക്കാൻ പറ്റുകയില്ല എന്ന്. സത്യത്തിൽ അത് 100% ശരിവെക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. 2-3 കാര്യങ്ങളുണ്ട്. അൻവറിന്റെ വോട്ട് കൊണ്ട് ജയിച്ചാൽ ആ കിട്ടിയ മുഴുവൻ വോട്ടും അൻവറിൻ്റെതായിരിക്കും. കോൺഗ്രസിനോ ലീഗിനൊന്നും അവിടെ വോട്ടുണ്ടാവില്ല. ഇതൊക്കെ എൻ്റെ വോട്ടാണ്. കാരണം 75,000 വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ ആൾ എത്ര വോട്ട് കിട്ടിയാലും അതൊക്കെ എൻ്റെതാണ്, എൻ്റെ ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞ അവകാശവാദം ഉന്നയിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ അൻവർ ചോദിച്ച പോലെ 3 സീറ്റോ ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനോ അൻവറാണ്, അതും ചോദിക്കും. വനവകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരിധിയിലധികം സീറ്റുകളൊക്കെ ചോദിക്കുമായിരുന്നു. ഈ സാഹചര്യമൊക്കെ കൊട്ടിയടക്കപ്പെട്ടത് VD സതീശന്റെ കടുത്ത തീരുമാനം തന്നെയായിരുന്നു. എന്നിട്ടും അൻവർ ആദ്യം പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കുന്നില്ല, എനിക്ക് മത്സരിക്കാൻ എൻ്റെ അടുത്ത് കയ്യിൽ നയാ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അൻവർ അവസാനം നോമിനേഷൻ കൊടുക്കുകയും കേരള ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടത് ജനാധിപത്യ മുന്നണി ഈ 2 മുന്നണികളെക്കാളും കൂടുതൽ പണം ഒഴുക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയും അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാനെ കൊണ്ടുവന്ന് വലിയൊരു റോഡ് ഷോ ഒക്കെ നടത്തി. സത്യത്തിൽ നല്ല ജനബാഹുല്യമുള്ള ഒരു റോഡ് ഷോ തന്നെയായിരുന്നു, നിഷേധിക്കാനും കഴിയില്ല. മീഡിയകളൊക്കെ അത് വളരെ ആഘോഷിക്കുക തന്നെ ചെയ്തു. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് അൻവറിൻ്റെ റോഡ് ഷോയിനേക്കാളും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് പ്രിയങ്ക ഗാന്ധിയുടെ പ്രോഗ്രാമുകൾക്കായിരുന്നു. പക്ഷെ അതിന് ചാനലുകാരൊന്നും വേണ്ടത്ര പരിഗണന നൽകാതെ അൻവറിന് അമിതമായ പരിഗണന നൽകി. ചില ചാനലുകളൊക്കെ അൻവർ ജയിച്ചു കഴിഞ്ഞു എന്നുവരെ പ്രഖ്യാപനം നടത്തി. അപ്പോൾ ഇതല്ല നമ്മുടെ വിഷയം. ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ കൂടെയുണ്ടെങ്കിലും ഷൗക്കത്ത് ജയിക്കുകയില്ല എന്ന അൻവറിൻ്റെ പ്രസ്താവനയെക്കുറിച്ചാണ്. അൻവർ ഒരുപാട് പ്രസ്താവന നടത്തി. കാരണം വായ പോയ കോടാലി പോലെയാണ് അൻവർ. മുന്നണി വിട്ടതിന് ശേഷം ഓരോ ദിവസവും ഇന്ന് പറഞ്ഞതിനെ നാളെ തിരുത്തി പറയും, നാളെ തിരുത്തി പറഞ്ഞതിന് മറ്റന്നാൾ തിരുത്തി പറയും. എനിക്ക് 75,000 വോട്ട് കിട്ടും, 1,00,000 വോട്ട് കിട്ടും, അങ്ങോട്ട് കിട്ടും ഇങ്ങോട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിലൊക്കെ മാറ്റി നിർത്തിയാൽ അല്പമെങ്കിലും യാഥാർത്ഥ്യ ബോധമുള്ള ഒരു പ്രസ്താവനയായിരുന്നു, ഞാനില്ല കൂടെയുണ്ടെങ്കിലും ഷൗക്കത്ത് ജയിക്കുകയില്ല എന്നുള്ളത്. ഇതിൽ കുറച്ച് കഴമ്പുണ്ട് കേട്ടോ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ 19,760 വോട്ടാണ് അൻവർ പിടിച്ചത്. ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചത് 11,077 വോട്ടിനും. ഈ 2 കണക്കുകൾ നമ്മൾ വെച്ചൊന്ന് വിലയിരുത്തി നോക്കിയാലും ഈ അൻവറിന് കിട്ടിയ ഏകദേശം 20,000-ഓളം വോട്ടുകൾ മുഴുവനും ഒന്നും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളല്ല. അത് സത്യമാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുമായി രഹസ്യധാരണയും അതിൻ്റെ കെയർ ഓഫിൽ ഹജ്ജ് കമ്മിറ്റിയും മറ്റു ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പല നിയോജക മണ്ഡലങ്ങളിലും LDFൻ്റെ കൂടെ പരസ്യമായി നിന്നെങ്കിലും നിലമ്പൂരിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വലിയൊരു ശതമാനം AP ഗ്രൂപ്പിൻ്റെ വോട്ട് ആര്യാടൻ മുഹമ്മദിനും ആര്യാടൻ ഷൗക്കത്തിനും ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നും നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർ പരസ്യമായി തന്നെ പ്രഖ്യാപനം നടത്തി LDFന് വോട്ട് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ ഷജറ വിഭാഗവും ഇതുപോലെ ലീഗിനെ ഒന്ന് ക്ഷീണിപ്പിക്കാൻ വേണ്ടി ആര്യാടൻ ഷൗക്കത്തിനെതിരിൽ വോട്ട് ചെയ്യാൻ അവരും തീരുമാനിച്ചു. കാരണം 2 കൂട്ടരും ഇവിടെയും മുഖ്യ ശത്രു ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. ആര്യാടനെക്കാളും ശത്രുവാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ശക്തിയും മീഡിയകളൊക്കെ തന്നെ ആഘോഷിച്ചത് മുസ്ലിം ലീഗിൻ്റെ പ്രചരണവും മുസ്ലിം ലീഗിൻ്റെ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങളും മുസ്ലിം ലീഗിൻ്റെ ആ ടീം വർക്കും ഒക്കെയാണ് ചാനലിലൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ലീഗിനെ ഒന്ന് പരാജയപ്പെടുത്താൻ വേണ്ടി ഇവരൊക്കെ ഉള്ളിൽ തീരുമാനിച്ചാണ്. പക്ഷേ ഇവർക്കൊക്കെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇടതുപക്ഷത്തിന് നേരിട്ട് വോട്ട് ചെയ്യാൻ അതിൽ വലിയൊരു ഭാഗം ആളുകൾക്ക് മനസ്സ് സമ്മതിക്കില്ല. ഈ വോട്ടുകളൊക്കെ അൻവറിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ SDPIക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല.
SDPയുടെ വോട്ടുകളും അൻവറിന് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ആദിവാസികളുടെയും ക്രിസ്തുമത വിശ്വാസികളുടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ വനമേഖലയിൽ ഈ മൃഗത്തിൻ്റെ ശല്യങ്ങളൊക്കെ ഉള്ള ഏരിയ എന്നുള്ള വോട്ടുകളും അതൊക്കെ ഷൗക്കത്തിന് കിട്ടേണ്ട വോട്ടുകളും അൻവറിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ PDPയുടെ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും PDP വളരെ പിറകിലേക്ക് പോയല്ലോ. അപ്പോൾ ആ വോട്ടുകളും 1% വോട്ട് എങ്ങനെയെങ്കിലും പിന്നെ അൻവറിന് ജയിക്കണമെന്ന് കരുതിയിട്ട് അതും അൻവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അൻവറിന് പിടിച്ച ഈ 20,000 വോട്ടിൽ ഒരു പകുതിയിലധികം വോട്ട് UDFന് ലഭിക്കേണ്ട ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്ന വോട്ടുകളായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്തിനെതിരിൽ ഇടക്ക് മിഡിലായിട്ട് അൻവർ സ്ഥാനാർത്ഥിയായി വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വോട്ടുകൾ അവസാന ഘട്ടത്തിൽ മനസ്സോടെ സ്വരാജിന് ലഭിക്കും. അപ്പോൾ എന്താകും കേരളത്തിൽ അവിടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇതിൽ വല്ല കഴമ്പുണ്ടോ എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞതിനർത്ഥം UDFന് ഈ വോട്ടുകൾ ലഭിച്ചിട്ടില്ല എന്നല്ല, ഭരണവിരുദ്ധ വികാര വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ്. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചതിനേക്കാളും 11,000 വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചു. അപ്പുറത്ത് അൻവറും കൂടി വോട്ട് പിടിച്ചിട്ടും 11,000 വോട്ട് കൂടുതൽ ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചു. എന്നാൽ ഈ 19 മന്ത്രിമാരും 99 MLAമാരും മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും സിനിമാ നടന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ വീട് വീടാന്തരം കയറി ഇടതുപക്ഷത്തിന് വേണ്ടി പ്രചരണം നടത്തിയിട്ടും CPMന് മത്സരിപ്പിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും കരുത്തനായ അടുത്ത മുഖ്യമന്ത്രിയാകാൻ സാധ്യത ഉണ്ട് എന്ന് വരെ പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു മന്ത്രിയാകും എന്ന് ഉറപ്പുണ്ടായിരുന്ന സ്വരാജിനെ മത്സരിപ്പിച്ചിട്ടും അവർക്ക് 14,000 വോട്ടാണ് 2016 കുറഞ്ഞത്. അതുപോലെ തന്നെ CPM അവിടെ കടുത്ത ചില കടുങ്കൈകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കറിയാം, നമ്മുടെ അഭിനവ തൊഗാഡിയ കടുത്ത വർഗീയവാദിയായ വെള്ളാപ്പള്ളി നടേശന് മലപ്പുറത്ത് വന്നാൽ മൂപ്പര് ശ്വാസം കിട്ടാതെ കണ്ണു തള്ളുന്ന മനുഷ്യനാണ്. ആ തൊഗാഡിയെ, വെള്ളാപ്പള്ളിയെ മറ്റെല്ലാ വിഭാഗം ആളുകൾ, മലപ്പുറത്തെ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ, മതരംഗത്തുള്ള ആളുകൾ, SNDPയുടെ ആളുകൾ വരെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാതെ അദ്ദേഹത്തിന് പോയി പൊന്നാട അണിയിക്കുകയും നാവിൽ സരസ്വതി ദേവി കുടികൊള്ളുന്ന നല്ലത് മാത്രം പറയുന്ന കുമാരനാശാനേക്കാൾ കൂടുതൽ പ്രഗത്ഭനായ SNDPയുടെ നേതാവ് എന്നൊക്കെ പറഞ്ഞ് പിണറായി അദ്ദേഹത്തെ സുഖിപ്പിച്ചിട്ടും ഇവിടെ ഹിന്ദു വോട്ടുകൾ ലഭിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതും സത്യത്തിൽ LDFന് ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. കടുത്ത ഈ ഭരണവിരുദ്ധ വികാരം തടഞ്ഞു നിർത്താൻ വേണ്ടി ഹിന്ദു വോട്ടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഹിന്ദു മഹാസഭയുടെ വോട്ടുകളും അതുപോലെ തന്നെ അവസാനം CPMും RSSും ഞങ്ങൾ മുന്നണിയായി മത്സരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് സഹകരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനയും അതുപോലെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ മേലെ മേക്കിട്ട് കയറിയതൊക്കെ കൊണ്ട് ഈ ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടുമെന്ന പ്രതീക്ഷയും CPMന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി അസ്തമിച്ചു. എനിക്ക് അവസാനമായി പറയാനുള്ളത്, CPMന്റെ ഈ നിലപാട് കൊണ്ട് CPMന് ഒരിക്കലും ഹിന്ദു വോട്ടുകൾ ലഭിക്കുകയില്ല. കാരണം കേരളത്തിലെ ഹിന്ദു സമുദായത്തിലെ വലിയൊരു വിഭാഗം ആളുകളും മതേതര വിശ്വാസികളാണ്. അവരൊരിക്കലും ഈ വർഗീയ കോമരങ്ങളുടെ താളത്തിന് തുള്ളാൻ കിട്ടുകയില്ല. അതുപോലെ തന്നെ CPMന്റെ മുസ്ലിം വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകളും CPMന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 വോട്ടുകളും നഷ്ടപ്പെടുന്നതോടുകൂടി CPM എന്ന പാർട്ടി അധികം വൈകാതെ ഈ പോക്ക് പോയാൽ കേരളത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് ബംഗാളിലും ത്രിപുരയിൽ നിന്നൊക്കെ തുടച്ചു നീക്കപ്പെട്ടതുപോലെ കേരളത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടും എന്നത് പാർട്ടിയും വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. ജയ് ഭാരത്.